ഹായ് ആൾ, ഞാൻ അരുൺ രാജ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് 303 എന്തിനെ പ്രതിപാദിക്കുന്നു? അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. 1. മനഃപൂർവമല്ലാത്ത നരഹത്യക്കുള്ള ശിക്ഷ. ബി. സ്ഥിരം കുറ്റവാളികൾക്കുള്ള ശിക്ഷ. സി. ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട വ്യക്തി കൊലപാതകം ചെയ്താലുള്ള ശിക്ഷ. ഡി. നരഹത്യക്കുള്ള ശിക്ഷ. നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്. അതായത് ഒരു വ്യക്തിയെ ജീവപര്യന്തം ശിക്ഷിക്കപ്പെടുകയും അയാൾ ആ സമയത്ത് അല്ലെങ്കിൽ അത് ആ ശിക്ഷ കഴിഞ്ഞതിന് ശേഷം അയാൾ കൊലപാതകം ചെയ്യുകയാണെങ്കിൽ അയാൾക്കുള്ള ശിക്ഷയാണ് 303 വകുപ്പ്. അതായത് ജീവപര്യന്തം കിടന്നൊരു വ്യക്തി കൊലപാതകം ചെയ്താൽ ഉണ്ടാകുന്ന വകുപ്പാണ് 303. 303 അനുസരിച്ച് അയാളെ വധശിക്ഷയ്ക്ക് വിധിക്കുവാനുള്ള വകുപ്പുണ്ട്. അതാണ് 303 എന്ന് പറയുന്ന വകുപ്പ്. അപ്പൊ IPC-യിലെ 303 എന്ന് പറയുന്ന വകുപ്പാണ് പറഞ്ഞ് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കുന്ന ഒരു വ്യക്തി കൊലപാതകം ചെയ്യുകയാണെങ്കിൽ. കൂടുതൽ അപ്ഡേഷനായി കൂടുതൽ വീഡിയോയ്ക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.